ഹലോ മക്കളെ, വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഹെൽത്തി വേർഷനാണ്. വേറൊന്നുമല്ല, ഞാൻ മയണൈസാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടയോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എങ്ങനെ ഒരു മയണൈസ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാനിവിടെ അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് 1 ലിറ്റർ പാലാണ്. ഈ പാല് ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. പാല് പിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമ്മൾ ചേർത്ത വിനാഗിരിയിൽ പാല് പിരിഞ്ഞ് വന്നില്ലെങ്കിലും കുറച്ചും കൂടി വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ചേർത്ത് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പിരിയാനുണ്ട്. ഇപ്പം നമ്മൾ ഒഴിച്ച പാല് മൊത്തം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം വെള്ളം നമ്മൾ വാർത്തെടുക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം പോയി കിട്ടിയാൽ മതി. ഒരു 10 മിനിറ്റ് ഇത് വെള്ളം പോകാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ഗുണങ്ങളുള്ള ഒരു വെള്ളമാണ് അത്. വേ പ്രോട്ടീൻ എന്നാണെന്ന് പറയാം. ഏകദേശം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മിക്സി ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം. മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. മുട്ടയോ എണ്ണയോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഹൈ വോളിയത്തിലിട്ട് അരച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്താൽ മതി. ഏകദേശം ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബട്ടർ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇനി മയണൈസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ വെളുത്തുള്ളിയാണ്. എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്നും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി എടുത്താലും മതി. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമിന് പകരം പാല് നമുക്ക് യൂസ് ചെയ്യാം. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം. ഇപ്പം നല്ല പോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സ്മൂത്തി സിൽക്കി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്നും ബൗളിലേക്ക് മാറ്റാം. ആഹാ, കാണാൻ തന്നെ ഇത് രസമല്ലേ? കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടെക്സ്ചറാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കടകളിലൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റുണ്ട് ഇത് കഴിച്ചു നോക്കാനായിട്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.